അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളുടെ കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവിനെയും ആഖിറത്തിനെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം സൂചിപ്പിച്ചിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ തൻ്റെ കൈവിരൽ ഒരു സമുദ്രത്തിൽ മുക്കി എടുത്താൽ അയാളുടെ കൈവിരലിൽ എത്ര ജലം അവശേഷിക്കുന്നുവോ അത്രയും നിസാരമാണ് പരലോകത്തെ അപേക്ഷിച്ച് ഈ ലോക ജീവിതം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മളെ ഈ ഭൗതിക സാഹചര്യങ്ങൾ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ കൈവിരലിൽ അവശേഷിക്കുന്ന ആ കുറച്ചു വെള്ളത്തിലേക്ക് മാത്രമാണ്. പ്രവിശാലമായി കിടക്കുന്ന കടലിനെക്കുറിച്ച് അശ്രദ്ധയിലാകുന്നതിനും ഭൗതികമായി നമ്മുടെ കൈവിരലിൽ അവശേഷിക്കുന്ന കുറച്ചു വെള്ളം അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും അതിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്ന രീതിയിൽ പിശാചും അതുപോലെയുള്ള ശൈത്താൻ്റെ ശക്തികളുമൊക്കെ നിരന്തരം നമ്മളെ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറതു ഖൈറും വഅബ്ഖ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നാൽ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അധികം ആളുകളും അവരുടെ ജീവിതത്തിൻ്റെ സമയവും ആരോഗ്യവും സമ്പത്തുമൊക്കെ ചെലവഴിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതം അതുമാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം എന്നുള്ളത്. അതായത് ആ കൈവിരലിൽ അവശേഷിക്കുന്ന അല്പം ജലത്തുള്ളികൾക്ക്. വല്ലാഖിറതു ഖൈറും വഅബ്ഖ, എന്നാൽ ആഹിറമാണ്, പരലോകമാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതും അവശേഷിക്കുന്നതും ബാക്കിയാവുന്നതും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യുന്നത് അവർ കൈവിരലിൽ അവശേഷിക്കുന്ന കുറച്ചു വെള്ളത്തുള്ളികളിലേക്ക് അല്ല അവർ ശ്രദ്ധിക്കുന്നത്, വിശാലമായി കിടക്കുന്ന ആ സമുദ്രത്തിലേക്കാണ് അവർ നോക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്തും വബ്തഗ് ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് ഉപയോഗിച്ച് നീ നിൻ്റെ പരലോകത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അറിവുകൾ, എന്താണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള യാത്രകളുമൊക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ തീരദേശ ഭാഗങ്ങളിലുള്ള നമ്മളെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു യാത്രയിൽ, അന്നുള്ള ആ ഒരു യാത്രയിൽ ആ കടൽക്കരയിൽ നിന്നൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ കുറേ പ്രവർത്തകർ ഇങ്ങനെ നടന്നു വരുന്നത് ഇരിക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വീടും കാണാൻ കഴിഞ്ഞു. ആ വീട് നമ്മുടെ 1 രൂപ പദ്ധതിയിലുള്ള, അതായത് നാളേക്കൊരു വീട്, ആഖിറത്തിലേക്ക് നമുക്കൊരു വീട് എന്നുള്ള ആ ഒരു പദ്ധതിയിലുള്ള 9ാമത്തെ വീടിൻ്റെ പണിയാണ് അവിടെ പൂർത്തിയായിട്ടുള്ളത്. അത് കാണാനായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സമ്പാദ്യമാണ് ആ ഒരു വീട് എന്നുള്ളത്. അതിൽ 1 രൂപ മുതൽ 100ഉം 500ഉം 1000ഉം 10,000ഉം ഒക്കെ നൽകിയിട്ടുള്ള നിരവധി സഹോദരി സഹോദരന്മാർ. നമ്മൾക്ക് യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നത് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കുമെന്നുള്ളതാണ്. ആ 9ാമത്തെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ 10ാമത്തെ വീടിൻ്റെ 1 രൂപ പദ്ധതിയിലുള്ള 10ാമത്തെ വീടിൻ്റെ പണിയും ആരംഭിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും നന്മയിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു അവസരമാണ് നമ്മുടെ ഈ നാളേക്കുള്ള വീട് എന്നുള്ള ആ ഒരു പദ്ധതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ആ 50 രൂപക്ക് നമുക്ക് ഒരു വീട് പണിയിൽ പങ്കാളിയാവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ കൊടുക്കും? നമ്മളെ തൊട്ടടുത്ത് ഒരു വീട് പണി നടക്കുകയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട് പണി നടക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ 50 രൂപ കൊടുക്കാൻ നമുക്ക് തോന്നൂലല്ലോ. കാരണം എന്താണ്? അവരെന്താണ് വിചാരിക്കുക എന്ന് വിചാരിച്ച്. എന്നാൽ ആ 50 രൂപ നമ്മളെ സെൻറ്ററിലേക്ക് നൽകി ഇത് നാളേക്കുള്ള ഒരു വീട് എന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് നൽകിയാൽ അത് ആ 50 രൂപ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ ഒരു സമ്പാദ്യമായിട്ട് അത് മാറും എന്നുള്ളതാണ്.
ആ 2 വീട് കഴിഞ്ഞ് മൂന്നാമതൊരു ഓർഫൻ കുടുംബത്തിനുള്ള ഒരു വീട് പണി. ആ വീട് പണിയുടെ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതിൻ്റെ സ്ഥലവും നമ്മുടെ സെൻറ്ററിൽ തന്നെ വാങ്ങിക്കൊടുത്തതാണ്. മുമ്പൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ പല ഓർമ്മകളും ഉണ്ടാവും. സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ വഴിയിൽ വെച്ച് മഴ പെട്ടെന്ന് പെയ്യുമ്പം ആരെങ്കിലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു കുടയിൽ നമ്മൾ പോകുമ്പം മഴ നനയാതെ സ്കൂളിലെത്തുമ്പം കിട്ടുന്ന ആ ഒരു ആശ്വാസം, ഇത് കുറച്ചു സമയം നമ്മൾക്ക് മഴ നനയുന്നതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതി. എന്നാൽ ഒരു കുടുംബത്തിന് ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലല്ലോ അവർ മഴയിൽ നിന്ന് സംരക്ഷിതരായി മാറുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മഴ നനയാതെ, അതുപോലെ തന്നെ വെയിൽ കൊള്ളാതെ, അതുപോലെ മറ്റു ജീവികളുടെ പാമ്പുകളുടെയും മറ്റു ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളിൽ നിന്നൊക്കെ അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള ഒരു ഗേഹമാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലൂടെ. അപ്പം നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ എത്രയോ ആശ്വാസം ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ സ്വകാര്യത, അവർക്ക് കുട്ടികളോടൊത്ത് ഒരു വിധവയായ സഹോദരിക്കും അവരുടെ കുട്ടികൾക്കും സുരക്ഷിതത്വത്തോടു കൂടി അവർക്ക് അന്തി ഉറങ്ങാൻ കഴിയുന്നത്, മറ്റാരുടെയും നോട്ടങ്ങൾക്ക് ഭയപ്പെടാതെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയ ഒരു വീട്ടിലെ അവസ്ഥ ഇവിടുന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓല ഷെഡ്, ആ ഓല ഷെഡിൽ താമസിക്കുന്ന പെൺകുട്ടികൾ അവർ കിടക്കുന്ന ഭാഗത്തൊക്കെ ഹോൾസുകൾ കാണാൻ, അതായത് മറ്റുള്ള ആളുകൾ ആ ദ്രവിച്ച ആ ഓലം കൈകൊണ്ട് ദ്വാരമുണ്ടാക്കിയിട്ട് അതിലൂടെ നോക്കുന്നതും അതിലൂടെ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ആ വീട് പണിയും അൽഹംദുലില്ലാ അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നതിലൂടെ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആശ്വാസം, നമ്മളെ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഷെഡുകളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാവുകയുള്ളൂ എന്ന്. ഇപ്പോൾ പല ഷെഡുകളും അതിൻ്റെയൊക്കെ പുറത്ത് വലകളിട്ടത് നമുക്ക് കാണാൻ കഴിയും. ആ വലകളിട്ടത് പാമ്പുകൾ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് പ്രൊട്ടക്ഷനായിക്കൊണ്ട് അവർ ഇട്ടതാണ്. അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ 1 രൂപ പദ്ധതിയിലൂടെ ആയാലും അതല്ലാത്ത രീതിയിലായാലും ഒക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പങ്കാളിത്തം വഹിക്കാൻ പറ്റിയ ഒരു വലിയ നാളേക്ക്, അതായത് അവശേഷിക്കുന്ന നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമ്പാദ്യമാണ് നമ്മുടെ ഈ വീട് നിർമ്മാണ പദ്ധതി എന്നുള്ളത്. ഇനി ഒരാൾക്ക് ഒരു വീട് മുഴുവനായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ അവസരമുണ്ട് എന്ന്. അന്ന് നമ്മൾ പോയ 4 വീടുകളിൽ 2 വീടുകൾ 1 രൂപ പദ്ധതിയിലൂടെയുള്ള വീടുകളാണ്. മറ്റു 2 വീടുകൾ 2 ഡോക്ടർമാർ നിർമ്മിച്ചു നൽകുന്നതാണ്. ഒന്നൊരു ഡോക്ടറും അടുത്തത് വേറൊരു ഡോക്ടറും. അപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പാദ്യം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, വബ്തഅ ഫീമാ ആതാക്കല്ലാഹ ദാറൽ ആഖിറ. നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്തോ അത് ഉപയോഗിച്ച് നീ നിൻ്റെ പരലോകത്തേക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുക. അത് നമുക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടാവും, ചിലപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ളത് 10 രൂപയോ 100 രൂപയോ ആയിരിക്കും. ഇനി ചില ആളുകൾക്ക് അള്ളാഹു ആരോഗ്യമായിരിക്കും നൽകിയിട്ടുണ്ടാവുക, ചില ആളുകൾക്ക് അള്ളാഹു കഴിവുകൾ നൽകിയിട്ടുണ്ടാവും. എന്താണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ നൽകിയത് ഉപയോഗിച്ച് നാളേക്ക് വേണ്ടി നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ വലിയ അവസരങ്ങളാണ് നമ്മുടെ സെൻറ്ററിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.